ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ വിചാരിക്കുക നിങ്ങളായിട്ടത് കണ്ടുപിടിച്ച് പറയട്ടെ എന്നാകും. എന്നാൽ ചില പെൺകുട്ടികൾ ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. ഇനി ഇതൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഷൈ ആയിട്ടുള്ള പെൺകുട്ടികളുടെ പ്രണയം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് നെയിമാണ്, അതായത് പേര്. അതായത് സംസാരിക്കുന്ന ടൈമിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ പേര് എല്ലായിടത്തും എടുത്തിടും. അതായത് ആ ഒരു കുട്ടി അവളുടെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോൾ അവൾ അതിൽ നിങ്ങളുടെ പേര് എപ്പോഴും ഇങ്ങനെ എടുത്തിട്ടോണ്ടേ ഇരിക്കും. ഇനി അവർ സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്താണോ അതിൽ ഒക്കെ നിങ്ങളുടെ പേര് എടുത്തിട്ടിട്ടായിരിക്കും അവൾ സംസാരിക്കുക. ഒരുപക്ഷെ ആ പറയുന്ന ഒരു കാര്യങ്ങളിൽ നിങ്ങളുമായിട്ടൊരു ബന്ധം പോലും ഉണ്ടാവില്ല. എന്നിരുന്നാലും ആ ഒരു പെൺകുട്ടി സംസാരിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഇടയിലൂടെ നിങ്ങളുടെ പേരും എടുത്ത് ആ ഒരു കോൺവെർസേഷൻ്റെ അകത്തേക്ക് കൊണ്ടുവരും. അവരവിടെ സംസാരിക്കുന്ന സബ്ജക്റ്റും നിങ്ങളുടെ പേരുമായിട്ട് യാതൊരുവിധ ബന്ധം പോലും ഉണ്ടാവില്ല. എന്നിരുന്നാലും അവളുടെ വായിൽ എപ്പോഴും നിങ്ങളുടെ പേര് തന്നെയാണ് വരുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു പ്രണയമുണ്ട് എന്നതാണ്. അത് അവൾ തുറന്നു പറയാതെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എങ്കിൽ അവൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ കാണാൻ മനഃപൂർവ്വം ഓരോ അവസരങ്ങൾ ഉണ്ടാക്കും. അതായത് ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതുകയാണ്. ആ ഒരു പെൺകുട്ടി ആദ്യം തന്നെ എക്സാമൊക്കെ എഴുതിയിട്ട് പുറത്തിറങ്ങി. നിങ്ങൾ വേറെ ഹാളിലായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു പെൺകുട്ടിക്ക് ആ ഒരു സമയം നിങ്ങളെ കാണണം. പൊതുവെ നമുക്കറിയാം ഗേൾസിന് എപ്പോഴും കുറേ അധികം ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവും. ഈ ഒരു പെൺകുട്ടി അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് നിങ്ങളുടെ ഹാളിൽ വരും. അവൾ പറയുക അവളുടെ ബാക്കി ഫ്രണ്ട്സ് ആ ഒരു ഹാളിലുണ്ട്, അവർ എക്സാം എഴുതി കഴിഞ്ഞോ അല്ലെങ്കിൽ അവർ എഴുതുന്നുണ്ടോ ഇതൊക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് വലിച്ച് ഇഴച്ച് നിങ്ങളുടെ റൂമിൻ്റെ ആ ഫ്രണ്ടിലേക്ക് വരിക. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളിന്ന് കാണണം, നിങ്ങൾ എക്സാം എഴുതിയിട്ട് പോയെന്ന് നോക്കണം. ഇത് അവൾക്ക് ആരോട് പറയാനും പറ്റില്ല. അതുകൊണ്ട് അവൾ കണ്ടെത്തുന്ന ഒരു വഴിയാണ് അവളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹാളിൽ വരിക, നിങ്ങളെ കാണുക എന്നുള്ളത്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ നടന്നു പോകുമ്പോൾ അവളും അവളുടെ ഫ്രണ്ട്സും കൂടി ഒരുമിച്ച് വരികയായിരിക്കും. പൊതുവെ അറിയാലോ, ഗേൾസ് ആണെങ്കിൽ ഒരുപാട് സംസാരിച്ചിട്ട് പയ്യെ ആയിരിക്കും നടന്നു വരിക. ബോയ്സ് ആണെങ്കിൽ അത്യാവശ്യം സ്പീഡിലായിരിക്കും നടക്കുക. നിങ്ങൾ ആ ഒരു പെൺകുട്ടീനെ പാസ് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്കും അവൾക്ക് പിന്നെ ടെൻഷനാണ് നിങ്ങളുടെ ഒപ്പം നടക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി ആകെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കും. അല്ലെങ്കിൽ വേഗം അവളുടെ ഫ്രണ്ട്സിനെ വലിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ സ്പീഡിൽ പോയാലും അവൾ അവളുടെ ഫ്രണ്ട്സിനെ ബലമായിട്ട് വലിച്ച് നിങ്ങളുടെ ഒപ്പം നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി മനഃപൂർവ്വം നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കാനോ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി നമ്മുടെ തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് രഹസ്യമായിട്ട് നിങ്ങളോട് പ്രണയമുണ്ട് എങ്കിൽ അവൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് തിരക്കും. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സും അവളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടിരുന്ന് സംസാരിക്കുകയായിരിക്കും. ഈ ഒരു ടൈമിൽ അവർ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിലൂടെ ഈ ഒരു പെൺകുട്ടി മനഃപൂർവ്വം പറയും ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവന് വേറെ റിലേഷൻഷിപ്പ് ഇല്ലേ എന്ന്. ശരിക്കും അവളുടെ ഉള്ളിൽ അറിയേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നാണ്. നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും ഇല്ല അവൻ സിംഗിൾ ആണ് എന്ന് പറയും. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആ ഒരു കോൺവെർസേഷൻ്റെ അകത്തേക്ക് നിങ്ങളുടെ പേര് വലിച്ചിടുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നും ആ ഒരു പെൺകുട്ടി പറയും. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും ഇല്ല അവൻ സിംഗിളാണ്, അവൻ കമ്മിറ്റഡ് ഒന്നും അല്ല എന്ന് പറയും. ഇത് കേൾക്കാൻ വേണ്ടി മാത്രമായിരിക്കും ആ ഒരു പെൺകുട്ടി നിങ്ങൾ കമ്മിറ്റഡ് ആണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ
അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് എന്നറിയാൻ വേണ്ടി മാത്രമാണ് അവൾ ഈ കാര്യം വന്നിട്ട് പറയുന്നത്. ഇനി 4ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ 4th പോയിന്റ് എന്ന് പറയുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും എന്നതാണ്. അതായത് ഇത്രയും നാളും ആ ഒരു പെൺകുട്ടിക്ക് തീരെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു പെൺകുട്ടി ഇഷ്ടം കാണിക്കും. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളിപ്പോൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ പോകുന്നവരാണ്. ഇങ്ങനെ പോകുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് ചില ദിവസങ്ങളൊക്കെ മടിയായിരിക്കും പോകാൻ. അതായത് കോളേജിലോ സ്കൂളിലോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് മടിയൊക്കെ കാണും. എന്നാൽ ഇങ്ങനെ മടിയുള്ള ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എന്നും കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ വരും. ഒരു പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ പറയും, നമുക്ക് നാളെ ലീവ് എടുക്കാം, നാളെ പോകണ്ട, ക്ലാസ്സൊന്നും ഇല്ലല്ലോ, വെറുതെ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഈ ഒരു പെൺകുട്ടി സമ്മതിക്കില്ല. അറ്റൻഡൻസ് പോകും, നമുക്ക് പോകണം, ബലമായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ ഫോഴ്സ് ചെയ്യും ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ മുമ്പൊക്കെ ഈ ഒരു പെൺകുട്ടി ഒരു അവധി കിട്ടാനോ അല്ലെങ്കിൽ ഒരു ലീവൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയിരുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു പെൺകുട്ടിക്ക് സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ വന്നാലും ആ ഒരു പെൺകുട്ടി ഡെയിലി സ്കൂളിൽ പോകും അല്ലെങ്കിൽ കോളേജിൽ പോകും. പക്ഷേ ഇതിൻ്റെയൊക്കെ മുമ്പ് ചെറിയൊരു തലവേദന ഉണ്ടെങ്കിൽ അന്ന് ലീവ് എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്ന് ഇതൊക്കെ മാറി മറിയാണ്. എന്നും സ്കൂളിലോ അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസ്, അതായത് ജോലിക്ക് പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റ്, താല്പര്യം കാണിക്കും. ഈ ഇൻട്രസ്റ്റ് കാണിക്കുന്ന വേറെ ഒന്നുമല്ല, അവിടെയൊക്കെ നിങ്ങളുണ്ട്. അവിടെ വന്നാൽ മാത്രമാണ് അവൾക്ക് നിങ്ങളെ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്നൊരു പെൺകുട്ടി അവളുടെ ഇഷ്ടക്കേടുകളൊക്കെ ഇഷ്ടങ്ങളാക്കി മാറ്റുന്നുണ്ട് എങ്കിൽ, ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്, അങ്ങനെയൊക്കെ മാറ്റുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. ഒരു ദിവസം പോലും നിങ്ങളെ കാണാതിരിക്കാൻ ആ ഒരു പെൺകുട്ടിക്ക് പറ്റില്ല എന്നതാണ്. ഇതാണ് നമ്മുടെ 4th പോയിന്റ്. ഇനി 5th പോയിന്റ് എന്താണെന്ന് നോക്കാം. 5ാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ രഹസ്യ പ്രണയമുണ്ട് എങ്കിൽ ഏറ്റവും നല്ല ഒരു സൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സൈൻ എന്ന് പറയുന്നത് പൊസസീവ്നെസ് ആയിരിക്കും. അതായത് ആ ഒരു പെൺകുട്ടി നോക്കുന്ന ടൈമിൽ നിങ്ങൾ വേറെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനോട് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പെൺകുട്ടി മുഖമൊക്കെ വീർപ്പിച്ച് പിണങ്ങിയിരിക്കും. പിന്നെ ദേഷ്യമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർവെൽ ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ഓടി വന്ന് നിങ്ങളോട് മിണ്ടുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങൾ വേറെ ഗേൾസിനോടൊക്കെ മിണ്ടി അല്ലെങ്കിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്തേക്കേ നോക്കില്ല, നിങ്ങളുടെ നേരെ പോലും നോക്കില്ല, തിരിഞ്ഞൊക്കെ ഇരിക്കും. മിണ്ടാനോ ഒന്നും വരില്ല, മുഖമൊക്കെ വീർപ്പിച്ച് ആകെ ഒരു ദേഷ്യം കാണിക്കും. പിന്നെ അന്നത്തെ ദിവസം ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ നേരെ നോക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യില്ല. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുഖം കാണാത്ത പോലെ മാറ്റി വയ്ക്കും. ഒരു സന്തോഷം ഉണ്ടാവില്ല. ഫുള്ളിങ്ങനെ വീർപ്പിച്ച് കെട്ടി ഒരു കടന്നലുകൂട് പോലെ ഇങ്ങനെ വീർപ്പിച്ചിട്ടായിരിക്കും ആ ഒരു ദിവസം ഫുള്ള് പിന്നെ ആ ഒരു പെൺകുട്ടി ഉണ്ടാവുക. നിങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ മിണ്ടി ഇനി നിങ്ങളും അവരുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പൊക്കെ ഉണ്ടോ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പെൺകുട്ടിയോട് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടമുണ്ടോ, പ്രത്യേകിച്ച് ഇച്ചിരി കാണാൻ, അതായത് കുറച്ച് ഫെയർ ആയിട്ടുള്ള ഇച്ചിരി വെളുത്ത അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയോടാണ് നിങ്ങൾ മിണ്ടുന്നതെങ്കിൽ ഈ ഒരു പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഭയങ്കര ഒരു ദേഷ്യമായിരിക്കും അന്നത്തെ ദിവസം. എന്നാൽ പിറ്റേ ദിവസം വന്ന് നിങ്ങളോട് മിണ്ടുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറിനോട് സംസാരിക്കുമ്പോൾ ഓവറായിട്ട് പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു പെൺകുട്ടിക്ക് നമ്മളോട് അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു 5 സൈനാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണം. പിന്നെ ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.